ഹലോ, കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ടല്ലേ. കുറേ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തോളം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറൊന്നും അല്ല കേട്ടോ, കുറേ ജീവിത സാഹചര്യങ്ങളും അങ്ങനെ കുറേ പരിപാടികൾക്കിടയിൽ ഞാൻ പെട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങൾ താമസം വന്നത് കേട്ടോ. അപ്പം നമ്മുടെ മിക്ക വീഡിയോയും ഇതുപോലെ തന്നെ ഒരു 2-3 വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് പിന്നെയും ഒരു 1.5 ആഴ്ച 2 ആഴ്ചയൊക്കെ ഗ്യാപ്പ് വരാറുണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഇത്തവണ എന്തായാലും ഒരു 1-2 മാസത്തോളം, 2 മാസമല്ല 2-3 മാസത്തോളം ആയെന്ന് എനിക്ക് തോന്നുന്നു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഒരുപാട് കമൻറ്റുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്, എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല ബ്രോ, വീഡിയോ എന്താണ് വരാത്തത്, നിങ്ങൾ വ്ളോഗ് ചെയ്യുന്നില്ലേ, ട്രാവൽ വ്ളോഗ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ഞാനതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണത്തെ ഒരു ഗ്യാപ്പ് വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബൈക്കിന് ചെറിയൊരു പണിയുണ്ടായിരുന്നു. അപ്പം സാധാരണ ബേസിക്കായിട്ടുള്ള പണിയല്ല, നമ്മുടെ ഓയിൽ ചേഞ്ചിങ്ങും പരിപാടി, ഫിൽറ്റർ ചേഞ്ചിങ് അങ്ങനെയുള്ള പരിപാടികളൊന്നും അല്ലായിരുന്നു. അതിൻ്റെ എൻജിൻ്റെ അകത്തെ ടൈമിംഗ് ചെയിൻ മാറേണ്ട സമയമായിരുന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു അതിൻ്റെ ഈ പണിക്കിട്ട് തൊട്ട് കഴിഞ്ഞാൽ കാശാകുമെന്ന് എനിക്കറിയായിരുന്നു. ഡോമിനാറും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവുമെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചു. അതിനിടയ്ക്ക് 1-2 ഷോർട്ട് ഫിലിമുകളും വീഡിയോ ആൽബങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം തിരക്കായിപ്പോയി. പിന്നെ എനിക്കിതിൻ്റെ പുറകെ പോകാനായിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വണ്ടി കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊടുത്തു. അപ്പോൾ എന്തായാലും അവിടെ വേഗം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ കൊണ്ട് വണ്ടി കൊടുത്തത്. പക്ഷേ നമുക്കത് ഒരു 3 ആഴ്ചത്തെ താമസം ഉണ്ടായിരുന്നു കേട്ടോ. 3 ആഴ്ചത്തെ അവിടെ വണ്ടി അവിടെ കൊടുക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 3 ആഴ്ച അങ്ങനെയും പോയി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വണ്ടി കിട്ടിക്കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ റീൽസുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വണ്ടി നന്നാക്കാൻ കൊണ്ടുപോകുന്നത്, വർക്ക്ഷോപ്പിൽ പോകുന്നതിൻ്റെയൊക്കെ. അപ്പം വണ്ടി കൈ കിട്ടിയിട്ട് 2-3 ദിവസമായി. അപ്പം ഞാൻ അതുമായിട്ട് ഇങ്ങനെ വീട്ടിലെ ഓട്ടത്തിലും പരിപാടികളിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. സ്റ്റാർട്ടാകാതെ വന്നപ്പം സെൽഫ് എടുക്കുന്നില്ല. അപ്പം ഞാൻ എന്നിട്ട് ബാറ്ററിക്കാരെ വിളിച്ച് കാണിച്ചു. ബാറ്ററിക്കാർ പറഞ്ഞത് കംപ്ലൈൻറ്റ് ബാറ്ററിയുടെ ആയിരിക്കത്തില്ല ബ്രോ, ഇത് മെക്കാനിക്കിനെ ഒന്ന് വിളിച്ച് കാണിച്ചാൽ മതി, അവർ നോക്കിയാൽ അറിയത്തുള്ളൂ പറഞ്ഞു. അങ്ങനെ മെക്കാനിക്കിനെ വിളിച്ച് കാണിച്ചപ്പോഴത്തേക്കിന് അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ ഈ ബാറ്ററി ഊരിക്കോട് ബാറ്ററി കടയിൽ കൊണ്ടുപോയിട്ട് അവരോട് ചോദിച്ചു, ഇതുപോലെ ഇതിന് ചാർജ് ഉണ്ടോ, അതോ നിൽക്കുമോ, പോയതാണോ എന്നറിയാണ്ട് നോക്കിയപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബാറ്ററി മാറി. ബാറ്ററിക്ക് ഒരു 2250 രൂപയായി. നമ്മുടെ ഉണ്ടായിരുന്ന ബാറ്ററി കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ എമൗണ്ട് കൂടി കുറച്ചിട്ടാണ് നമുക്ക് ഈ പുതിയ ബാറ്ററി വരുന്നത്. അങ്ങനെ ആ ബാറ്ററി കൊണ്ട് വണ്ടിക്കകത്ത് ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കിനും നമുക്ക് സ്റ്റാർട്ടിങ് റിലേ കംപ്ലൈൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് അടിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിങ് റിലേ മേടിക്കാണ്ട് പോവാണ് കേട്ടോ. കോട്ടയത്ത് പോവാണ്. കോട്ടയത്ത് ഷോറൂമിൽ ചെന്നാലേ സാധനം കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ നേരെ സ്റ്റാർട്ടിങ് റിലേ മേടിക്കാണ്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഉടനെ നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഫുൾ ലെങ്ത് വീഡിയോ ഇടുമ്പോൾ ഫുൾ വീഡിയോ ഇട്, ലോങ് വീഡിയോ എന്ത് ചെയ്യേ വരുന്നില്ലേ, ഞങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പം ഫുൾ വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, ട്രാവൽ വീഡിയോ ഒക്കെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുകൊണ്ടാണല്ലോ നമ്മൾ വണ്ടി പണിയൊക്കെ ചെയ്തത്. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു സ്റ്റാർട്ടിങ് റീലേയും കൂടി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു പണി വരാനായിട്ട് വേറെ ചാൻസുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അതുകൂടി മാറിക്കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കുറേ യാത്രകളൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് കാര്യം കേട്ടോ. അപ്പോൾ ഞാനത് വെറുതെ അല്ല, നിങ്ങളെയൊക്കെ ധരിപ്പിക്കുക, ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഡോമിനാറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ശ്രദ്ധിച്ചോ. സ്റ്റാർട്ടിങ് റീലേ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. പിന്നെ അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടിയൊക്കെ വരും. ഇതിന് കാണാൻ മുടിഞ്ഞ വെയിറ്റും കൂടി ആയതുകൊണ്ട് 1-2 പേര് വേണം. അപ്പോൾ അതാണ് എൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് കൂടെ കൂടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി വരുമ്പോഴാണല്ലോ വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും കൂടി കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ടറിലേ പോയി മേടിച്ചാലോ. അങ്ങനെ ഷോറൂമിൽ ചോദിച്ചിട്ട് ഷോറൂമിൽ സാധനം ഇല്ല കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ ഓർഡർ ചെയ്ത് വരുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവിടെ വേറൊരു കടയുണ്ട്, നമ്മുടെ മഹാഭഗവതി ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ വേറൊരു കട നമ്മുടെ കോടിമലയിൽ തന്നെ ഉണ്ട്. അവർ തന്നെയാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെയും ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് തിരക്കാം കേട്ടോ. ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ആവും, പിന്നെ സാധനം ഓർഡർ ചെയ്തൊക്കെ വരേണ്ടി വരും.
നമുക്ക് അതിന് തിരക്കി നോക്കട്ടെ ഇവിടെ ഉണ്ടോ. എൻ്റെ പൊന്നു മക്കളെ മടുത്ത്. നമ്മളാ സാധനം ഒന്ന് മാറിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇനി ഉന്തി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. ഉന്തിയിട്ടൊന്നും ഇത് സ്റ്റാർട്ടാകുന്നില്ല. ഒരു തവണ ഉന്തിയിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ മടുത്ത് പോകും. ഇന്നലെ മേടിച്ച പുത്തൻ ബാറ്ററി ലോ ആണെന്നും പറഞ്ഞു അത് കാണിക്കുന്നത്. അതെന്നാണ് അങ്ങനെ വരുന്നത്. ലോ ബാറ്ററി കണ്ടോ, എന്തൊക്കെ വള്ളികളാണ്. നമ്മുടെ വണ്ടിയിൽ പുതിയൊരു ബാറ്ററി നമ്മൾ വെച്ചു. അതുപോലെ തന്നെ പുതിയൊരു സെൽഫ് റിലേ, നമ്മൾ സ്റ്റാർട്ടർ റിലേ എന്ന് പറഞ്ഞ റിലേ ഉണ്ട്, അതും വെച്ച് നോക്കി. എന്നിട്ടൊന്നും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല കേട്ടോ. 1-2 തവണ പുതിയ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ 1-2 തവണ സ്റ്റാർട്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഈ വണ്ടി ഇവിടെ വഴിക്ക് തന്നെ ഇട്ട് ഉന്തി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ബാറ്ററി കട ചെന്നപ്പോൾ ബാറ്ററിക്കാരൻ അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് നമ്മുടെ എഞ്ചിനകത്തുനിന്ന് കറണ്ട്, അതായത് ബാറ്ററി റീചാർജ് ആകാനായിട്ടുള്ള പരിപാടി നടക്കുന്നില്ല. അതായത് കറണ്ട് കയറുന്നില്ല. ഉള്ള ബാറ്ററിയിൽ നിന്ന് ചാർജ് ഇറങ്ങി പോകുന്നതല്ലാതെ നമ്മുടെ വണ്ടിക്കകത്തുനിന്ന് ചാർജ് ബാറ്ററിയിലോട്ട് കയറുന്നില്ല. അതുകൊണ്ട് തന്നെ 2, 3, 4 ഒക്കെ തവണ ഈ വണ്ടി സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഉള്ള ബാറ്ററിക്കകത്തുനിന്ന് ഉള്ള ചാർജ് കൂടി അങ്ങ് ഇറങ്ങിപ്പോകുന്നതല്ലാതെ കയറുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ വണ്ടി ഡൗൺ ആയി ബാറ്ററി ഡൗൺ ആയി വണ്ടി സ്റ്റാർട്ടാകാതെ വരുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നിന്ന നിപ്പിൽ തന്നെ വണ്ടി നേരെ ചങ്ങനാശ്ശേരി ബജാജിൻ്റെ ഷോറൂമിൽ കൊണ്ട് വണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇന്നലെ വൈകിട്ട് അവർ വിളിച്ചിട്ട് പറഞ്ഞു അത് ചെക്ക് ചെയ്യണമെന്നുണ്ട്. നമ്മുടെ അതിനകത്ത് എന്തോ കോയിലുണ്ട്, അതായത് കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മുടെ ബാറ്റയിലോട്ട് കറണ്ട് കയറ്റി വിടുന്ന ഒരു സാധനമാണ്. അത് സാധനം സ്റ്റോക്കില്ല, അത് വന്നാലേ നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അതൊരു ഓർഡർ ചെയ്ത് വരണമെന്നുണ്ട്, ഒരാഴ്ച സമയം എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരാഴ്ച സമയം എടുക്കും നമ്മുടെ വണ്ടി നമ്മുടെ കൈ കിട്ടണേ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി വണ്ടി ഒരാഴ്ചത്തേന് നമ്മുടെ കൈ കാണത്തില്ല. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്കറിയാം അടുത്ത എനിക്ക് എന്നാ പണിയാണ് അത് തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വണ്ടിക്ക് പണി വന്നു കഴിഞ്ഞാൽ പണിയെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 2 മാസമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയും ട്രാവൽ വീഡിയോ ഒന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഉടനെ വണ്ടി തിരിച്ചു വരും. പണിയെല്ലാം തീർത്ത് നമ്മൾ വീണ്ടും യാത്രാ വീഡിയോ ഒക്കെ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഡോമിനാറിനെ പറ്റി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റായിട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.